ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ്. ഞാനിവിടെ പറയാൻ ഒരു വലിയ ടോപ്പിക് എന്ന് ഞാൻ പറയാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. നമ്മൾ എന്തിനാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്? സൺലൈറ്റിന് വരുന്ന യു വി ലൈറ്റ്സിനൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കാം. പക്ഷേ എനിക്കിത് പറഞ്ഞു തരണമെന്ന് തോന്നി. അപ്പോൾ എനിക്കുണ്ടായ ഇൻസിഡൻ്റ് എന്നാൽ ഞാൻ കുറേ വർഷങ്ങളായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നു. ഓരോന്നിങ്ങനെ മാറ്റി യൂസ് ചെയ്യും. എന്തുകൊണ്ട്? ഈ ആഡ് കണ്ടിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോസ് കണ്ടിട്ടൊക്കെയാണ് ഞാൻ സൺസ്ക്രീൻ സെലക്ട് ചെയ്തിരുന്നത്. എസ്പെഷ്യലി അതിൽ കണ്ടന്റ് നോക്കാറുണ്ട്. ഈ പാരബൻ ഫ്രീ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ വാങ്ങാറുണ്ട്. ഇല്ലെന്നല്ല, ഉണ്ട്. എന്നിരുന്നാലും ഞാനിങ്ങനെ കുറേ ആഡുകൾ കണ്ടിട്ടും അല്ലെങ്കിൽ ചിലർ പറയും ഇതെനിക്ക് സ്കിന്നിന് സൂപ്പർ ആയിട്ടുണ്ട്, ഇത് യൂസ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ചാനൽ ഇപ്പോൾ നോക്കി കാണാം. ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ഒരു വീഡിയോ എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്. വീഡിയോ കണ്ടാൽ അറിയാം. ഞാൻ ഈ സൺസ്ക്രീനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞാനൊരു പ്രൊഡക്റ്റിനെ എടുത്തിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കൂ, ഇത് നിങ്ങൾക്ക് നല്ലതാണ്. ആക്ച്വലി എനിക്കത് ഓക്കെ ആയിരുന്ന ഒരു സൺസ്ക്രീൻ ആയതുകൊണ്ടാണ് ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷെ അത് നിങ്ങൾക്കത് ഓക്കെ ആവണമെന്നില്ല. പക്ഷെ ഞാനതൊന്നല്ല, ഇത് നന്നായിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് ബെറ്റർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അത് ചെയ്തത്. അത് ഓൾ സ്കിൻ ടൈപ്പിന് ചെയ്യുന്ന സൺസ്ക്രീനാണ്. ഞാനും ഒരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ സ്കിന്നിന് മാച്ച് ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഓൾ സ്കിൻ ടൈപ്പ് സൺസ്ക്രീനാണ് ഞാനും ചൂസ് ചെയ്യുന്നത്. ഇപ്പോഴും കുറേ പേര് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അറിയുന്ന ഫ്രണ്ട്സ് കുറേ പേര് എൻ്റെ അടുത്ത്, ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല, എനിക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തോന്നുന്നില്ല, എൻ്റെ സ്കിന്ന് ഡാമേജ് ആവുകയാണ്, സൺസ്ക്രീൻ ഇടുമ്പോൾ എൻ്റെ സ്കിന്ന് ഡാർക്ക് ആവുകയാണ്, എൻ്റെ സ്കിന്നിൻ്റെ പിമ്പിൾസ് വരാണ്, എനിക്ക് സൺസ്ക്രീൻ സെറ്റ് ആവത്തില്ല, നിങ്ങളൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നത്? അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാറുണ്ട് എൻ്റെ ഫ്രണ്ട്സ്. അപ്പം ഞാൻ അവരോട് പറയും, ഇങ്ങനെ സജസ്റ്റ് ചെയ്തു, ഇത് വാങ്ങും അത് വാങ്ങും എന്നൊക്കെ ഞാൻ പറയാറുണ്ടെങ്കിൽ പോലും കുറേ പേര് അത് വെറുത്തു പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഉപയോഗിച്ചിട്ട് സെറ്റ് ആവാഞ്ഞിട്ട് പിന്നീട് അവർക്ക് യൂസ് ചെയ്യാൻ തോന്നുന്നില്ല. ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടാവും അവർക്ക് തോന്നാത്തത്. അപ്പം ഞാൻ ആലോചിച്ചു, എങ്കിൽ ഇങ്ങനൊരു വീഡിയോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിലൊക്കെ സൺസ്ക്രീൻ ഇല്ലെങ്കിലും നമുക്ക് കുറച്ച് സ്കിന്ന് ഭയങ്കര ഡാമേജ് ആവും. നമ്മളതൊക്കെ കെയർ ചെയ്യുമ്പോൾ കുറേ ബെറ്റർ ആവുന്നുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് വെളുത്തിട്ട് പാടുമെന്നല്ല പറയുന്നത്. സോ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ കുറച്ച് ബെറ്റർ ആക്കാൻ പറ്റും. ഞാൻ ഫസ്റ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. ഐവിക്ക് പോവാം, എനിക്ക് ഗോവ ട്രിപ്പ് എല്ലാം ഉണ്ടായില്ല. അപ്പോൾ ഗോവയിൽ പോകുമ്പോൾ സൺ ടാൻ അടിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് സൺസ്ക്രീനിൻ്റെ ബുദ്ധി അന്ന് തോന്നിയത്. ആക്ച്വലി ഞാൻ എന്നൊരു സൺസ്ക്രീൻ വാങ്ങിച്ചു. ഫസ്റ്റ് സൺസ്ക്രീൻ കേട്ടോ, അത് വാങ്ങിച്ചു. ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഫേസിലും കൈയിലും ഒക്കെ പരട്ടിയിട്ടാണല്ലോ. ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വെയിലൊക്കെ കൊണ്ടു. സ്വെറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വെറ്റായി എൻ്റെ സ്കിന്ന്. സ്വെറ്റായെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ വൈറ്റ് കാസ്റ്റ് ഒക്കെ അടിച്ചിട്ട് ഇങ്ങനെ സൺസ്ക്രീനിന്റെ ഇടയ്ക്ക് തുടച്ചു കളയുന്നുണ്ട്. എന്നാലും അവിടെ ഇവിടെയൊക്കെ വൈറ്റ് കാസ്റ്റ് ആണ് സൺസ്ക്രീന്. അപ്പൊ തന്നെ ഞാൻ ഇതാണ് ഇതെല്ലാവരും യൂസ് ചെയ്യുന്ന പറഞ്ഞേ. അപ്പോഴേ എൻ്റെ മൈൻഡ് ആകെ സ്റ്റക്കായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കിന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ കുരുക്കള്, ചുണ്ടൊക്കെ ഇങ്ങനെ വീർത്ത് ഫുൾ അലർജിക്കായി. ആക്ച്വലി എനിക്ക് അറിയില്ല ഈ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടാണെന്നുള്ളൊരു ഓർമ്മയില്ല ആ സമയത്ത്. അങ്ങനെ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞു വീട് എത്ര വരെയും ഞാൻ എൻ്റെ ഫേസ് ഫുൾ കവർ ചെയ്തിട്ടൊക്കെയാണ് വന്നിരുന്നത്. ഭയങ്കര ഇതായി. പക്ഷെ അന്ന് എനിക്ക് സൺസ്ക്രീനിൻ്റെ പിന്നീട് തിങ്ക് ചെയ്തപ്പോൾ എനിക്ക് ചിലപ്പോൾ ഈ സൺസ്ക്രീൻ സ്യൂട്ട് ആവാത്തായിരിക്കും. അന്ന് ഞാനത് കളഞ്ഞു. കേരളത്തിന് ചെന്നൈയിലോട്ട് പോകുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് ഞാൻ പിന്നീട് യൂസ് ചെയ്യുന്നത് ഡോക്ടർ ഷീറ്റിൻ്റെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തായിരുന്നു. ഡോക്ടർ ഷീറ്റിന് അതും എനിക്ക് ബെറ്റർ ആയിട്ടാണ് ഫീൽ ചെയ്തത്. എൻ്റെ സ്കിന്നിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ സൺസ്ക്രീൻ കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് വേറൊരു സൺസ്ക്രീൻ ഞാൻ അതെൻ്റെ മിസ്റ്റേക്കാണ്. ഓരോരുത്തർ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. വേറെ ഞാൻ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നു, മാറ്റിക്കൊണ്ടിരുന്നു. അങ്ങനെ വേറെ ഒരെണ്ണം ആ സൺസ്ക്രീൻ കഴിഞ്ഞപ്പോൾ അർജൻറ്റായിട്ട് വേണമായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ ഒരു ലോക്കൽ കടയിൽ നിന്ന് ഒരു സൺസ്ക്രീൻ വാങ്ങിച്ചു. അതും അത്യാവശ്യം നല്ല ബ്രാൻഡ് തന്നെയായിരുന്നു. അത് ചെയ്തിട്ട് പുറത്ത് പോകുമ്പോൾ സെയിം അന്ന് എനിക്ക് ഉണ്ടായില്ലേ ആ ഗോവയിൽ പോയ അതേ ഇഷ്യൂ പിന്നീടും അതെനിക്ക് ഡെവലപ്പായി. സ്കിൻ ഫുള്ള് റാഷസ് വന്നു, സ്കിൻ ഫുള്ള് പീൽ ഓഫ് ആയി തുടങ്ങി, ഫുള്ള് ഇവിടെങ്ങളിലൊക്കെ സ്കിന്നിൽ പോയി ഡിസ്കളറേഷൻ വന്നു. ഇവിടെ സൺസ്ക്രീനിൻ്റെ
ചേഞ്ചസ് കൊണ്ടാണെന്ന് അങ്ങനെ ഭയങ്കര ഡീപ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ വിചാരം എന്താണ്, കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ പോയിട്ട് വീണ്ടും ക്ലൈമറ്റ് ചേഞ്ചസിന്റെ ആയിരിക്കും ഒരു പക്ഷേ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് എന്തായാലും ഇങ്ങനെ പോയാൽ ശരിയല്ല, ഡോക്ടറെ കാണിക്കാം. അങ്ങനെ ഞാൻ അവിടെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചു. ഡോക്ടർ എനിക്കൊരു സൺസ്ക്രീനും റെഫർ ചെയ്തു. അത് എനിക്ക് ഓക്കെ ആയിരുന്നു. അത് മോൾ സ്കിൻ ടൈപ്പാണ്, നല്ലൊരു സൺസ്ക്രീൻ ആയിരുന്നു. അങ്ങനെ സൺസ്ക്രീൻ യൂസ് ചെയ്ത് തുടങ്ങി പിന്നെ എൻ്റെ സ്കിൻ പഴയതുപോലെ ഡെവലപ്പായി വന്നു. എന്നാലും കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. ഈ സ്കിൻ ഫുൾ ഡാമേജ് ചെയ്തൊക്കെ കുറച്ച് റിക്കവർ ആയിക്കൊണ്ട് വന്നു. അപ്പോഴേ ഞാനിങ്ങനെ തിങ്ക് ചെയ്തായിരുന്നു, എന്തുകൊണ്ടായിരിക്കും ഈ ക്ലൈമറ്റ് കൊണ്ടല്ലേ എനിക്ക് ഈ ക്ലൈമറ്റ് സെറ്റ് ആവത്തില്ല, എൻ്റെ സ്കിന്ന് പോവാണ്, അതാണ് ഇതാണെന്നൊക്കെ വിചാരിച്ചിരുന്നു. എന്നിടയിലൊക്കെ ഇതുപോലെ ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഈ പ്രോഡക്റ്റിന്റെ ഡിഫറൻസ് കൊണ്ടാണെന്ന് ഞാനത് തിങ്ക് ചെയ്തിരുന്നില്ല. എനിക്ക് മനസ്സിലായി സൺസ്ക്രീൻ കൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. ഈ സൺസ്ക്രീനിൽ മാത്രം ഇതെന്തുമാത്രം എന്താ ഉള്ളത് എന്നൊരു തിങ്കിങ് അപ്പോൾ വന്നു. അപ്പൊ എനിക്ക് മാത്രമാണോ ഇങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ കുറേ പേർക്കും ഈ ഒരു സെയിം ഇഷ്യൂസ് ഉണ്ട്. അവർ പക്ഷേ സൺസ്ക്രീൻ സ്റ്റോപ്പ് ചെയ്തു, അവർ യൂസ് ചെയ്യുന്നില്ല എന്താ. അപ്പോഴാണ് എനിക്ക് പഴയതും ഇപ്പൊ യൂസ് ചെയ്തതും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഒരു ഡിഫറൻസ് ഉണ്ട് സൺസ്ക്രീനിൽ മനസ്സിലായത്. അറിയുന്നവരുണ്ടാവും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. കെമിക്കൽ സൺസ്ക്രീനും ഉണ്ട്, മിനറൽ സൺസ്ക്രീനും ഉണ്ട്. അപ്പോൾ കെമിക്കൽ സൺസ്ക്രീനും മിനറൽ സൺസ്ക്രീനും തമ്മിൽ എന്താ ഡിഫറൻസ് എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ. യെസ്, നല്ല ഡിഫറൻസ് ഉണ്ട്. ഈ കെമിക്കൽ സൺസ്ക്രീനിനുള്ളിലുള്ള കണ്ടന്റും മിനറൽ സൺസ്ക്രീൻസിനുള്ളിലുള്ള കണ്ടന്റും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. കെമിക്കൽ സൺസ്ക്രീൻ നമുക്ക് ഫസ്റ്റ് നോക്കാം കേട്ടോ. ഓക്സി ബെൻസോൾ, ഒക്ടിനോസൈറ്റ്, അതുപോലെ ഒക്ടോക്രൈലിൻ, ഇങ്ങനെയുള്ള കണ്ടന്റുകളൊക്കെയാണ് കെമിക്കൽ സൺസ്ക്രീനിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് രണ്ടും തമ്മിൽ എന്താ ഡിഫറൻസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. ഇതൊക്കെ യു വി റൈറ്റ്സിനെ അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ യു വി ലൈറ്റിനെ ഡാമേജിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ടന്റുകളൊക്കെ നമ്മൾ സൺസ്ക്രീനിലുള്ളത്. നമ്മുടെ സ്കിന്നിനുള്ളിലേക്ക് പെനിട്രേറ്റ് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തിട്ടാണ് പ്രോബ്ലംസ് ഇങ്ങനെ വരുന്നത്. ഇത് ചിലവരുടെ സ്കിന്നിൽ ഇത് റിയാക്ട് ചെയ്യും. സ്വെറ്റിങ്, ഓവർ സ്വെറ്റിങ്ങോ അല്ലെങ്കിൽ ഇതൊക്കെ വരുമ്പോൾ ഇത് റിയാക്ട് ചെയ്തിട്ട് ഭയങ്കര അലർജിക് പ്രോബ്ലംസ് ഉണ്ടാക്കും. ആക്ച്വലി ഈ ഒരു കെമിക്കൽ സൺസ്ക്രീനിന്റെ കാര്യമായിട്ട് പറയുന്നത്, ഇങ്ങനെ റിയാക്ട് ചെയ്തത് അലർജി പ്രോബ്ലംസ് ഉണ്ടാക്കും. ഇത് നോർമലി നമ്മൾ സ്കിന്നിൽ റാഷസ്, അതുപോലെ ഈ പറഞ്ഞ എനിക്കുണ്ടായ പോലെ പീൽ ഓഫ് അതുപോലെ ബേണിങ് സെൻസേഷൻ, ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്കുണ്ടായത് ഈ ഇഷ്യൂ ആയിരുന്നു. ഈ സൺസ്ക്രീനിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റിന്റെ ഇഷ്യൂ ആയിരുന്നു. കമ്പയർ ചെയ്തു എനിക്ക് ഇഷ്യൂ വരാത്ത സൺസ്ക്രീനെ മാറ്റി നോക്കിയപ്പോൾ അത് മിനറൽ സൺസ്ക്രീൻ ആയിരുന്നു. എന്ത് കണ്ടന്റ് ആണെന്ന് ഞാൻ അന്വേഷിച്ചു. അത് സിങ്ക് ഓക്സൈഡും ടൈറ്റാനിയം ഡയോക്സൈഡും ആണ് ഈ ഒരു മിനറൽ സൺസ്ക്രീനിലെ കണ്ടന്റ്. അപ്പോൾ ആ കണ്ടന്റ് എനിക്ക് വന്നിട്ട് മോർ ഹെൽപ്ഫുൾ ആയിരുന്നു, സ്കിന്നിന് അങ്ങനെ പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അതൊരു ഫിസിക്കൽ ബാരിയർ ആയിട്ടാണ് സിങ്ക് ഓക്സൈഡ് അല്ലെങ്കിൽ ടൈറ്റാനിയം ഡയോക്സൈഡ് ഒക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇപ്പം പരട്ടുന്ന സമയത്ത് എൻ്റെ സ്കിന്നിന് ഒരു ബാരിയർ ആവും. അതുകൊണ്ട് എന്താണ്, ഈ യു വി ലൈറ്റ്സ് വരുമ്പോൾ അത് സ്കാറ്റർ ചെയ്യുക അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റിലുള്ള കണ്ടന്റ്, അതായത് ഈ മിനറൽ സൺസ്ക്രീനുള്ള ഈ കണ്ടന്റ് സ്കിന്നിനുള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നില്ല, അതിനെ അബ്സോർബ് ചെയ്യുന്നില്ല. ഇത് സ്കിന്നിന്റെ പുറത്ത് ഒരു ബാരിയർ ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ്, അതായത് മിനറൽ സൺസ്ക്രീൻസ് യൂസ് ചെയ്ത സമയത്ത് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഇത് രണ്ടും ഡിഫറെൻ്റ് ആണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി ഈ ഒരു ഇഷ്യൂ വരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റഡി ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കെമിക്കൽ സൺസ്ക്രീൻസും മിനറൽ സൺസ്ക്രീനും ഡിഫറെൻ്റ് ആണെന്ന്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും എന്ന് എനിക്ക് തോന്നി. സോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഈ കെമിക്കൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നവരുണ്ട്, ഞാൻ അവരുടെ അടുത്ത് യൂസ് ചെയ്യരുതെന്നല്ല പറയുന്നത്. ആക്ച്വലി ഈ രണ്ട് ഡിഫറൻസ് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾക്ക് ഇത് അറിയുന്നവരായിരിക്കാം മേ ബി, പക്ഷെ എനിക്ക് ഈ ഡിഫറൻസ് അറിയുന്നത് കൊണ്ട് ഞാനത് ഷെയർ ചെയ്തതെന്നേ ഉള്ളൂ. എൻ്റെ സ്കിന്നിലെ ജേണിയിൽ എനിക്ക് കിട്ടായ എനിക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായിരുന്നു ഇത് എന്തുകൊണ്ടാണ് വന്നതെന്ന് ലേൺ ചെയ്തപ്പോഴാണ് എനിക്ക് ഇങ്ങനെ രണ്ട് ഡിഫറൻസ് മനസ്സിലായത്. അപ്പോൾ ഈ ഡോക്ടർ സജസ്റ്റ് ചെയ്ത സൺസ്ക്രീൻ എന്ന് പറഞ്ഞില്ലേ, ആ സെയിം സൺസ്ക്രീനും ഇതുപോലെ മിനറൽ സൺസ്ക്രീൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഡിഫറൻസ് മതി. മിനറൽ സൺസ്ക്രീൻസ് കുറച്ച് ഹാംഫുൾ അല്ലാത്ത ഒന്നാണ്, എന്നാൽ ഈ കെമിക്കൽ സൺസ്ക്രീൻസ് ആയ ഓക്സി ബെൻസോൺ ഇതൊക്കെ അടങ്ങിയത് ഇത് ബ്ലോക്ക് ചെയ്യും യുവിനെ, യു വി ലൈറ്റിനൊക്കെ UVB ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇത് സ്കിന്നിനുള്ളിൽ പെനിട്രേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് മേ ബി ഇത് ഫ്യൂച്ചറിൽ പ്രോബ്ലം ഉണ്ടാവുമോ എന്നൊരു ഡൗട്ട്. മാത്രമല്ല ഇത് ഹോർമോണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്ന സ്റ്റഡീസിൽ ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ മനസ്സിലായത് അങ്ങനെയൊക്കെ
കാണിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഈ കെമിക്കൽ സൺസ്ക്രീൻസ്, ഈ ഇതടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻസ് ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി ബെറ്റർ സജഷൻ കൊടുക്കുകയാണെങ്കിൽ മിനറൽ സൺസ്ക്രീൻ അല്ലേ ബെറ്റർ എന്ന് എനിക്കൊരു ഡൗട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എൻ്റെ മനസ്സിലുള്ള ഡൗട്ടും അല്ലെങ്കിൽ എനിക്കത് ക്ലിയർ ചെയ്യുന്നതും ഒക്കെ ആയിട്ടാണ് ഞാനിത് ചാനലിൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാനിത് ഈ വീഡിയോ ഇടുന്നത്. സോ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. ലൈക്ക് അപ്പോൾ ഇങ്ങനെ എൻ്റെ ചാനലിലെ കമൻറ്റിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ എനിക്കുള്ള ഇൻസിഡൻസ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ കെമിക്കൽ സൺസ്ക്രീനേക്കാളും കുറച്ചും കൂടി ബെറ്റർ വന്നിട്ട് മിനറൽ സൺസ്ക്രീൻ ആണെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എഗെയിൻസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം, അപ്പോൾ ഷെയർ ചെയ്യാം. അപ്പോൾ ഞാനിതിൽ ഇൻവോൾവ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. തീർച്ചയായിട്ടും നിങ്ങളും ഇതൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി മനസ്സിലാക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്. സോ എനിക്ക് കണ്ടന്റ് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഇത് അറിഞ്ഞപ്പോൾ തന്നെ അതൊന്ന് ഷെയർ ചെയ്യാൻ തോന്നി. കാരണം ഞാനിതിൽ സൺസ്ക്രീനിൻ്റെ വീഡിയോ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇതുപോലുള്ള മസ്റ്റും വാച്ച് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല കണ്ടന്റുകൾ വേണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ മടിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ രണ്ടിലും നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.